അസ്സലാമു അലൈക്കും. എന്തേ മോളെ, എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ എൻ്റെ കുട്ടിക്ക്? റസിയയുടെ കണ്ണീർപ്പാടുണങ്ങിയ കവിളിലേക്ക് നോട്ടമിട്ട് ഐഷുമ്മ വേദനയോട് ചോദിച്ചു. ഇല്ലുമ്മ, ഞാൻ വെറുതെ ഓരോന്ന് ഓർത്തു. റസിയ ഉള്ളിലെ വിങ്ങൽ മറച്ചു പിടിച്ച് അവരെ നോക്കി പുഞ്ചിരിച്ചു. സങ്കടമൊന്നും വേണ്ടട്ടോ എൻ്റെ മോൾക്ക്, ഞങ്ങളൊക്കെ ഇല്ലേ. പഠിച്ചോനെ നിന്നെ പെരുത്തിഷ്ടാണ്. അവൻ്റെ പരീക്ഷകളെല്ലാം ക്ഷമയോടെ അതിജീവിച്ചവളല്ലേ എൻ്റെ കുഞ്ഞ്. ഇനി നിന്നെ അവൻ ഇടങ്ങാറാക്കൂല. ഉമ്മാൻ്റെ പ്രാർത്ഥന എപ്പോഴും മോൾക്കുണ്ട്. ഐഷുമ്മ റസിയുടെ കൈ പിടിച്ചുകൊണ്ട് വാത്സല്യത്തോടെ പറഞ്ഞു. ഷിബിക്ക പിന്നെ വിളിച്ചില്ലല്ലോ ഉമ്മ, അതെന്താ വിളിക്കാത്തത്? ലേബർ റൂമിലേക്ക് പോകും മുമ്പ് ഐഷുമ്മയുടെ മുഖത്തേക്ക് പ്രതീക്ഷയോടെ ചോദിച്ചു റസിയ. അവളുടെ നിരാശയിൽ കുതിർന്ന ചോദ്യം കേട്ട് ഐഷുമ്മയ്ക്ക് അലിവ് തോന്നി. ഇല്ല മോളെ, അവൻ വിളിച്ചോളും, തിരക്കായിരിക്കും. മറുപടി കേട്ട് ആ കണ്ണുകളിലെ തിളക്കം മങ്ങിയത് ഐഷുമ്മ ശ്രദ്ധിച്ചു. പാവം പെണ്ണ്. ഓ, അവൻ്റെ ഒരു സർപ്രൈസ്, അവനിങ്ങ് വരട്ടെ, നല്ലോണം കൊടുക്കുന്നുണ്ട് ഞാൻ. പള്ളയിലുള്ള പെണ്ണിനെ സങ്കടപ്പെടുത്തിയിട്ടാണല്ലോ അവൻ്റെ കുഞ്ഞുങ്ങളെ. ഷിബിലയോട് തോന്നിയ അമർഷം കൊണ്ട് ഐഷുമ്മ മുറുമുറുത്തു. ആ, ഇപ്പോൾ കുറച്ച് സങ്കടപ്പെട്ടാലും സാരില്ല. ഇന്നോളം കണ്ട കിനാവുകളൊക്കെ പുലരാൻ പോവല്ലേ അവരെ. ഇനിയുള്ള നാളുകളിൽ എന്നും സന്തോഷത്തോടെ കഴിയാലോ രണ്ടു പേർക്കും. തൊട്ടടുത്ത നിമിഷം തന്നെ ഐഷുമ്മ പുഞ്ചിരിയോടെ ഓർത്തു. കയ്യിലിരിക്കുന്ന കടലാസ് കഷ്ണത്തിലേക്ക് നോക്കിയ നിസാമിൻ്റെ മുഖത്തെ രക്തം വറ്റിപ്പോയി. നിമിഷനേരം കൊണ്ട് കണ്ണുനീർ പാടകെട്ടി അവൻ്റെ കാഴ്ചക്ക് മങ്ങലുണ്ടാക്കി. ഡിവോഴ്സ് നോട്ടീസ്. നിസാമിൻ്റെ കൈ വിറച്ചു. കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി. ഇല്ല, റസിയെ ഉപേക്ഷിക്കാൻ ഞാൻ ഒരുക്കമല്ല. അവളെ എനിക്ക് വേണം. വിട്ടുകൊടുക്കില്ല ഞാൻ ആർക്കും. അവളെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞാണ്. എൻ്റെ ഉപ്പ എന്ന് വിളിച്ച് എൻ്റെ വീട്ടിൽ വളരുന്ന കുഞ്ഞ്. ആ കുഞ്ഞ് മറ്റൊരാൾ ഉപ്പ എന്ന് വിളിച്ച് തൻ്റെ മുമ്പിൽ വളരുന്നത് കാണാൻ വയ്യെനിക്ക്. നിസാം കയ്യിലെ പേപ്പർ ഹാളിൽ തന്നെ ചുരുട്ടിയെറിഞ്ഞ് റൂമിലേക്ക് പാഞ്ഞു. അവിടെ വീട്ടിൽ മലർന്നു കിടന്ന ഫോണിൽ എന്തോ വീഡിയോ കണ്ട് ചിരിക്കുന്ന ഷെറിനെ അവൻ വെറുപ്പോടെ നോക്കി. തടിച്ച് വീർത്ത് മച്ചിയായൊരു പെണ്ണ്. ഇവൾക്കൊരിക്കലും തനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിയില്ല. ഈ ശല്യം തൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെങ്കിൽ റസിയയും കുഞ്ഞും തൻ്റെ കൂടെ വേണം. നിസാം മനസ്സിലോർത്തു. കട്ടിലിൽ തടഞ്ഞൊരു ഷർട്ട് എടുത്തിട്ട് അലസമായി അയിഞ്ഞു തൂങ്ങിയ മുണ്ട് നേരെ ഉടുത്ത് എങ്ങോട്ടോ പോകാൻ ധൃതിയിലിറങ്ങിയ നിസാമിൻ്റെ മുൻപിലേക്ക് വട്ടം ചാടി നിന്നു ഷെറിൻ. എങ്ങോട്ടാ ചാടിത്തുള്ളി പോകുന്നത്? ഷെറിൻ പരിഹാസം കലർത്തി ചോദിച്ചു. അത് നീ അറിയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും വരും. അതൊക്കെ എന്തിന് നിന്നോട് പറയണം? നിസാം വെറുപ്പോടെ ചോദിച്ചു. ആ, അത് ശരി. നിങ്ങൾ എവിടെ പോകുന്നെന്നും ആരെ കാണാനെന്ന് പോകുന്നതെന്നുള്ള അറിയാനുള്ള അവകാശം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഞാനേ നിങ്ങളെ ഭാര്യയാണ്. എന്നോട് പറയാതെ നിങ്ങളെ വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നില്ല. ഷെറിൻ വാശിയോടെ പറഞ്ഞു. ഭാര്യ? നിസാം ഒരു കൊട്ടപ്പുച്ഛത്തോടെയാണ് പറഞ്ഞത്. നീയാണോടി ഭാര്യ? എന്ത് യോഗ്യതയാണടി നീ ആ വാക്ക് ഉച്ചരിക്കുന്നത്? ഒരു പെണ്ണിന് വേണ്ട കഴിവുകൾ എന്തെങ്കിലും നിനക്കുണ്ടോ? എനിക്കൊരു കുഞ്ഞിനെ തരാൻ പോലും കഴിയാത്ത കൊഴുത്ത് വീർത്തൊരു മച്ചു പശുവാണെന്ന് എന്ന് പറയുന്നതാവും നല്ലത്. നിസാം പറഞ്ഞ വാക്ക് ഷെറിൻ്റെ ചങ്കിൽ തന്നെ കൊണ്ടു. അവളുടെ നെഞ്ച് വിങ്ങിപ്പിടഞ്ഞു. അവൻ പറഞ്ഞത് ശരിയാണ്. കുഞ്ഞ് നഷ്ടമായതിനു ശേഷം തൻ്റെ ശരീരം ആകെ ചീർത്ത് ഒരു കോലമായി. അവൻ്റെ നാവിൽ നിന്നത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്തൊരു വേദന തോന്നി. മാറി നിൽക്കടേ മുമ്പിൽ നിന്ന്. ഞാൻ പോകുന്നതേ എൻ്റെ ഭാര്യയെ കാണാനാണ്. അവളുടെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞാണ്. റസിയുടെ കാലിൽ വീണും തൊഴുത മാപ്പ് പറഞ്ഞിട്ടാണെങ്കിലും ഞാൻ അവളെ വിളിച്ചിറക്കി ഇങ്ങോട്ട് കൊണ്ടുവരും. ഷെറിൻ്റെ കലങ്ങിയ മിഴികളിലേക്ക് നോക്കി ഒട്ടും കരുണയില്ലാതെ പറഞ്ഞു നിസാം. അവൻ എത്രയും പറഞ്ഞിട്ടും ജീവനുള്ള ശവം കണക്കെ അനങ്ങാതെ മുന്നിൽ നിൽക്കുന്ന ഷെറിനെ ബലമായി തള്ളി മാറ്റി നിസാം പുറത്തേക്കിറങ്ങി. അവൻ പോകുന്നത് നോക്കി നിൽക്കുമ്പോൾ ഷെറിൻ്റെ ഹൃദയത്തിൽ ഒരു കടൽ ആർത്തിരമ്പിക്കൊണ്ടിരുന്നു. കോപം അവളുടെ ഞരമ്പുകളിൽ കത്തിയാളി. ഉണ്ടാക്കിയെടുത്ത ധൈര്യത്തിൽ ഷിബിലിയുടെ വീടിൻ്റെ ഗേറ്റ് തുറന്ന് നിസാം മുറ്റത്തേക്ക് ചെന്നു. റസിയ, റസിയ! നിസാം തൊണ്ട പൊട്ടുമാറുച്ചത്തിൽ വിളിച്ചു. നഷ്വയാണ് ഡോർ തുറന്ന് പുറത്തേക്ക് വന്നത്. നിസാമിനെ കണ്ടവൾ മുഖം ചുളുക്കി. താടിയും മുടിയുമൊക്കെ അലസമായി വളർത്തിയൊരു ആൺകോലം. അവനെ കണ്ടതും നഷ്വയുടെ ഉള്ളിൽ ഭയം നേലിച്ചു. നിങ്ങളാരാ? എന്ത് വേണം? റസിയ ഇവിടെ ഇല്ലേ? നിസാം തിരക്കി. ഇല്ലല്ലോ, റസിയത്ത് ഹോസ്പിറ്റലിലാണ്. എന്താ അവൾക്ക് പറ്റിയത്? നിസാം ആദ്യയോടെ ചോദിച്ചു. ഒന്നും പറ്റിയതില്ല. റസിയത്ത് പ്രസവിച്ചു. ആൺകുഞ്ഞാണ്.
റസിയെ പരിചയമുള്ള ആരോ ആണെന്നുള്ള തോന്നലിൽ നഷ്വ പറഞ്ഞതും നിസാമിൻ്റെ മുഖം പൂനിലാവ് ഉദിച്ചു. അവൻ സ്വയം മറന്ന് ചിരിച്ചു. എൻ്റെ കുഞ്ഞാണത്, എൻ്റെ കുഞ്ഞാണ്. സന്തോഷം കൊണ്ട് നിസാമിൻ്റെ ഹൃദയം വിറകൊണ്ടു. ഏത് ഹോസ്പിറ്റലിലാണ്? നെഞ്ചെടുപ്പോട് ചോദിക്കുമ്പോൾ സന്തോഷം കൊണ്ട് നിസാമിൻ്റെ തൊണ്ടിറങ്ങി. സിറ്റി ഹോസ്പിറ്റലിലാണ്. അല്ല, നിങ്ങൾ റസിയത്തോൻ്റെ ആരാ? നിഷ്വ പുരികം ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ഭർത്താവ്. അതും പറഞ്ഞ് നിസാം തിരിഞ്ഞു നടന്നു. ഭർത്താവോ? അവൾ നെട്ടി. റസിയ പ്രസവിച്ചു, ആൺകുഞ്ഞാണ്. കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് വന്നിറങ്ങിയതിനു ശേഷം സാബിത്തിയുടെ വോയിസ് ഓപ്പൺ ചെയ്തതും ഷിബിലിയുടെ മുഖം മനസ്സും ഒരുപോലെ വിടർന്നു. അൽഹംദുലില്ലാഹ്. ഹൃദയം നിറഞ്ഞവൻ റബ്ബിനെ സ്തുതിച്ചു. തൊട്ടടുത്ത നിമിഷം വാടിയ പൂ പോലൊരു പെണ്ണിൻ്റെ മുഖം അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തി. എൻ്റെ പെണ്ണ്, പാവം, ഒത്തിരി വേദനിച്ചു കാണും. അവളെ ഓർത്തതും അവൻ്റെ ഹൃദയം ഒന്ന് പിടച്ചു. അതേസമയം തന്നെ അവൻ്റെ ഫോണിലേക്ക് സാബിറ ഒരു ഫോട്ടോ കൂടെ അയച്ചു. തൂവള്ള ടർക്കിയിൽ പൊതിഞ്ഞെടുത്തൊരു ചോരപ്പൈതൽ. എൻ്റെ മോനുകുട്ടൻ. ആ ഫോട്ടോയിലേക്ക് നോക്കി പുഞ്ചിരിച്ചതിനൊപ്പം അതൊന്ന് സൂം ചെയ്ത് അവൻ ആ കുഞ്ഞു നെറ്റിയിൽ മൃദുവായി ഉമ്മ വെച്ചു. ഒരു ബാപ്പയുടെ വാത്സല്യം നിറച്ച ആദ്യ ചുംബനം. ഒരു നിമിഷം കൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് പറന്നെത്താൻ അവന് ഹൃദയം കൊണ്ട് തുടിച്ചു. തൻ്റെ പ്രണയത്തെ ഒരു നോക്ക് കാണാനായി വല്ലാതെ മോഹിക്കുന്നുണ്ട് അവൻ്റെ ഉള്ളം. പ്രിയപ്പെട്ടവളെ, ഞാനിതാ എത്തിക്കഴിഞ്ഞു നിനക്കുള്ള മഹർമാലയുമായി. തന്നെ കാത്തിരിക്കുന്ന കാഴ്ച എന്തെന്നറിയാതെ അവൻ്റെ ഹൃദയം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഷാള് കൊണ്ട് തീർത്ത മരണക്കുരുക്ക് കഴുത്തിലേക്ക് അണിയും നേരം ഷെറിൻ തൻ്റെ മാതാപിതാക്കളെ ഓർത്തു. തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയവരാണ്. കഷ്ടപ്പാടുകൾക്കിടയിലും താൻ ആഗ്രഹിച്ചതുപോലെ വിദ്യാഭ്യാസവും നല്ലൊരു ജോലിയും നേടിത്തന്നു. എന്നിട്ട് ഞാൻ അവരോട് ചെയ്തതോ കടുത്ത വേദന മാത്രമല്ലേ താൻ അവർക്ക് നൽകിയത്? ഇനി തൻ്റെ മരണവിവരം കൂടി അറിഞ്ഞാൽ ആ മാതാപിതാക്കൾ കൂടുതൽ തളർന്നു പോകില്ലേ? വേണ്ട വേണ്ട, എനിക്ക് മരിക്കണ്ട. ഞാൻ മരിച്ചാൽ എന്നെ സ്നേഹിച്ചവർക്ക് വേദനിക്കും. മാത്രമല്ല, അയാൾ ജയിക്കും. എൻ്റെ ഭർത്താവ് എൻ്റെ മരണം ആഘോഷിക്കുക തന്നെ ചെയ്യും. എല്ലാം മറന്ന് അയാൾ മറ്റൊരു വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കും. ഇല്ല, അത് ഉണ്ടായിക്കൂടാ. ഇനിയുള്ള ജീവിതം മുഴുവനും അയാൾക്ക് നരകമാവണം. ചെയ്ത തെറ്റിനുള്ള ശിക്ഷ അയാൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ അനുഭവിച്ചു തീർക്കണം. അതിന് താൻ അയാളുടെ കൂടെ തന്നെ ഉണ്ടാവണം. നിസാമിൻ്റെ കുത്തുവാക്ക് കേട്ട് ഹൃദയം മുറിഞ്ഞ് ആത്മഹത്യയ്ക്ക് ഒരുങ്ങിയ ഷിറിൻ അവസാന നിമിഷം മാറി ചിന്തിച്ചു. സാവധാനം അവൾ ആ കുരുക്ക് അഴിച്ചു മാറ്റി സ്റ്റൂളിൽ നിന്ന് താഴെ ഇറങ്ങി. സിറ്റി ഹോസ്പിറ്റൽ, റൂം നമ്പർ 103. ഹോസ്പിറ്റൽ വരാന്തയിലൂടെ ഓടിക്കിതച്ചു വന്ന നിസാം തേടി വന്നത് കണ്ടെത്തിയതുപോലെ നിശ്ചലനായി. ചാരിവെച്ച ഡോറ് തുറന്ന് നിസാം അകത്തേക്ക് തലയിട്ട് നോക്കുമ്പോൾ റസിയ മയക്കത്തിലായിരുന്നു. അവളുടെ അരികിലായി ഒരു കുഞ്ഞു ബെഡിൽ ടർക്കിക്കുള്ളിൽ പൊതിഞ്ഞ് തൻ്റെ കുഞ്ഞും ഉറങ്ങുന്നുണ്ട്. എൻ്റെ പെണ്ണും കുഞ്ഞും. നിസാം ഒരു നിമിഷം മറ്റെല്ലാം മറന്ന് നിന്നുപോയി. അടുത്ത നിമിഷം അവൻ്റെ കണ്ണുകൾ ചുറ്റിലും ആരെയോ തേടി. ഇല്ല, ആരുമില്ല. റസിയും കുഞ്ഞും മാത്രമേ റൂമിലുള്ളൂ. കിതപ്പ് അടക്കിക്കൊണ്ട് അവൻ പതിയെ അകത്തേക്ക് ചുവടുവെച്ചു. ശാന്തമായി ഉറങ്ങുന്ന റസിയെ നോക്കി നിൽക്കുമ്പോൾ നിസാമിൻ്റെ കണ്ണുകളിൽ സ്നേഹം നിറഞ്ഞു. വെയിലേറ്റ് വാടിയ പൂമട്ട് പോലെ തോന്നിക്കുന്ന നേർത്ത ചുവപ്പ് പടർന്ന അവളുടെ മുഖത്തെ കഴിഞ്ഞുപോയ നിമിഷങ്ങളിലെ വേദന നൽകിയ ക്ഷീണം എടുത്തു കാട്ടുന്നുണ്ടായിരുന്നു. ആദ്യമായി അവളെ കാണുന്നത് പോലൊരു കൗതുകം അവൻ്റെ മുഖത്ത് നിറഞ്ഞു നിന്നു. അവളുടെ അരികിൽ ഉറങ്ങുന്ന കുഞ്ഞിലേക്ക് നോട്ടമെത്തിയതും സന്തോഷം കൊണ്ടവൻ്റെ ഹൃദയം തുളമ്പി വിറച്ചുപോയി. മുന്തിരി കണ്ണുകൾ ഇടയ്ക്കിടെ പാതി തുറന്നും ചിമ്മയും മയങ്ങുന്ന കുഞ്ഞു പൈതൽ. എൻ്റെ കുഞ്ഞ് എൻ്റെയാണ്. നിസാമിൻ്റെ ഹൃദയം വിറയിലൂടെ മൊഴിഞ്ഞു. അവനെ നോക്കി നിൽക്കുമ്പോൾ ചുണ്ടിൽ ചിലിയായിരുന്നെങ്കിലും എന്തിനോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൻ ആ ചോരപ്പൈതലിനെ ഒന്ന് തലോടാൻ തോന്നി. ആ കുഞ്ഞു നെറ്റിയിൽ ഒരു സ്നേഹചുംബനം നൽകാനായി ഉള്ളം തുടിച്ചുയർന്നു. നിസാം കൈ ഉയർത്തി കുഞ്ഞിനെ തൊടാൻ ശ്രമിച്ചതും മുറിയിൽ മറ്റേയുടെ സാമീപ്യം അറിഞ്ഞ റസിയ കണ്ണുകൾ വലിച്ചു തുറന്നു. സാബിത്ത മോളൂട്ടിയെയും കൊണ്ട് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലേക്ക് പോയതാണ്. ഐഷുമ്മയാണെങ്കിലോ റസിയും കുഞ്ഞും നല്ല മയക്കത്തിലാണെന്ന് കണ്ടതും നേരത്തെ സോപ്പ് വെള്ളത്തിൽ കുതിർത്തിയിട്ട തുണികൾ അലക്കി പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പോയതാണ്. കണ്ണു തുറന്നതും തൊട്ടുമുമ്പിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപത്തെ കണ്ട് ഞെട്ടിയതുപോലെ റസിയുടെ മുഖം വിളറി. നിസാം, ഇയാൾ എന്താണ് ഇവിടെ? റസിയ പകപ്പോടെ അവനെ തുറച്ചു നോക്കി. ഉള്ളിൽ തിങ്ങിക്കൂടിയ ഭയം കൊണ്ട് അവളുടെ ഉടലി വിറച്ചു. അവളുടെ നോട്ടം കൊണ്ട് പതറെ നിസാം പതിയെ കൈവലിച്ചു. റസിയ ചുറ്റിനും നോക്കി. ആരുമില്ല.
ഈ ആയിഷുമ്മ എവിടെ പോയി? ഇയാൾ ആരാണ് ഇങ്ങോട്ട് കയറ്റിയത്? റസിയ, ഞാൻ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് ആൺകുഞ്ഞ് പിറന്ന കാര്യം. നീ പ്രസവിച്ചെന്ന് കേട്ടതും ഓടി ഇങ്ങ് വന്നതാണ് ഞാൻ. എൻ്റെ അല്ല, നമ്മുടെ കുഞ്ഞ്. അവനെ കാണാനാണ് ഞാൻ. നിസാമിൻ്റെ ശബ്ദം ഇടറി. എൻ്റെ കുഞ്ഞ്, ഈ കുഞ്ഞ്. നിസാമിൻ്റെ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ കൊളുത്തിരുന്നു. റസിയയുടെ മുഖത്തൊരു പരിഹാസം തുളുമ്പി വന്നു. ഞാൻ എടുത്തോട്ടെ നമ്മുടെ കുഞ്ഞിനെ? അവനെ ഞാനൊന്ന് ഉമ്മ വെച്ചോട്ടെ റസിയ? എൻ്റെയല്ലേ, നമ്മുടെ കുഞ്ഞല്ലേ? വല്ലാത്തൊരു വെറിയോടെ പറഞ്ഞുകൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ വേണ്ടി അവൻ കൈനീട്ടിയതും പൊടുന്നുടനെ റസിയ കുഞ്ഞിനെ അവനിൽ നിന്ന് മാറ്റി തൻ്റെ നെഞ്ചോട് ചേർത്ത് പൊതിഞ്ഞു പിടിച്ചു. താൻ എൻ്റെ കുഞ്ഞിനെ കാണുക പോലും വേണ്ടെന്ന ഒരു ഭാവത്തോടെ. അവളുടെ പ്രവൃത്തി കണ്ട് നിസാമിൻ്റെ മുഖം വിളറി വെളുത്തുപോയി. നിസാം റസിയയുടെ മുഖത്തേക്ക് നോക്കി. ഇങ്ങനെയൊന്ന് പ്രതീക്ഷിച്ചിരുന്നു. എങ്കിലും താൻ അറിയുന്ന റസിയ പാവമാണ്. ഒന്ന് കരഞ്ഞു കാണിച്ചാൽ മനസ്സിലെയ്യുന്ന പെണ്ണ്, ഒന്ന് ദേഷ്യപ്പെട്ടാൽ കണ്ണു നിറക്കാൻ മാത്രം അറിയാവുന്ന പെണ്ണ്. പ്രതീക്ഷയുടെ ഒരു നറുങ്ങുവട്ടം ഇടനെഞ്ചിൽ ബാക്കി നിൽക്കെ തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അവളോട് തുറന്നു പറഞ്ഞാൽ അവൾ തന്നെ മനസ്സിലാക്കുമെന്ന് തന്നെ വിശ്വസിച്ചു നിസാം. റസിയ, നീ എന്നോട് ക്ഷമിക്കണം മോളെ. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തത് മുഴുവനും ഈ ഞാനാണ്. നിൻ്റെ നല്ല മനസ്സ് കാണാതെ പോയതിനുള്ള ശിക്ഷ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയും എനിക്ക് നേറി കഴിയാൻ വയ്യ പെണ്ണെ. നിനക്കറിയോ, നിന്നെയും കുഞ്ഞിനെയും ഓർക്കാത്ത ഒരു നിമിഷം പോലും ഇപ്പോൾ എൻ്റെ ജീവിതത്തിലില്ല. അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട് നിന്നെ ഞാൻ. നിന്നെയും നമ്മുടെ കുഞ്ഞിനെയും നഷ്ടപ്പെടുത്തിയാൽ മരിച്ചു പോകും ഞാൻ. റസിയ, നീ എന്നോട് ക്ഷമിക്കൂലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഭാരം മറഞ്ഞുകൊണ്ട് തന്നെ തെറ്റിനെക്കുറിച്ചുള്ള ഓർമ്മയാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നുണ്ട് മോളെ. അന്ന് ഞാൻ നഷ്ടപ്പെടാൻ ശ്രമിച്ച നീയും എൻ്റെ കുഞ്ഞും തന്നെയാണ് എനിക്കിപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട വസ്തു. എനിക്ക് പ്രായശ്ചിത്തം ചെയ്യാൻ ഒരു അവസരം കൂടി നീ തരൂ. നിസാം കഠിനമായ ഹൃദയവേദന അനുഭവിക്കുന്നത് പോലെ പറഞ്ഞു. റസിയ അവൻ്റെ മുഖത്തേക്ക് തറപ്പിച്ചു നോക്കി. വാക്കുകൾ വറ്റിയതുപോലെ ഇരുന്നു പോയി. പെട്ടെന്ന് അവനെ കണ്ടതിൻ്റെ നെട്ടൽ ഇപ്പോഴും വിട്ടുമാറാത്തത് കൊണ്ടാവും നാവ് പോലും ചലിക്കാൻ കഴിയാത്ത വിധം കനം വെച്ചു പോയത്. ഇയാൾ നല്ലൊരു നടനാണ്, റസിയ ഓർത്തു. പെണ്ണെ, നിന്നെ ഞാൻ മൊഴി ചൊല്ലിയിട്ടൊന്നും ഇല്ലല്ലോ. നീ ഇപ്പോഴും എൻ്റെ പെണ്ണ് തന്നെയാ. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ഇന്ന് ഈ നിമിഷം നിന്നെയും കുഞ്ഞിനെയും ഓർത്ത് പശ്ചാത്തപിക്കുന്നുണ്ട് ഞാൻ. നിൻ്റെ കാലിൽ വീണ് മാപ്പ് പറയാനും ഒരുക്കമാണ്. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ നീയും കുഞ്ഞും എൻ്റെ കൂടെ വരണം. നമുക്ക് നമ്മുടെ വീട്ടിൽ കഴിയാം സ്നേഹത്തോടെ. അന്ന് നിന്നെ വേദനിപ്പിച്ചതിനെല്ലാം പകരമായി സ്നേഹം കൊണ്ട് മൂടിക്കോളാം ഞാൻ ഇനിയുള്ള കാലം അത്രയും. തനിക്കെന്നെ വിശ്വസിക്കാം. കൈവിടില്ല ഞാൻ എൻ്റെ മരണം വരെ. ഒരവസരം കൂടി എനിക്ക് തരില്ലേ? അത് പറഞ്ഞു തീർന്നപ്പോഴേക്കും നിസാം പൊട്ടിക്കരഞ്ഞു പോയി. റസിയയും കുഞ്ഞിനെയും കാണാൻ വേണ്ടി മാത്രം തുടിക്കുന്നൊരു ഹൃദയമായി പുറത്തു വന്ന് നിന്നവൻ്റെ കാതിൽ നിസാമിൻ്റെ വാക്കുകൾ തുളഞ്ഞു കയറി. റസിയയും കുഞ്ഞും നിസാമും. ഇങ്ങനെയൊരു കാഴ്ച അവൻ കണ്ട കനവുകളിൽ ഇല്ലായിരുന്നു എന്ന് കൊണ്ട് തന്നെ ഷിബിലിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. നിസാം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഒരക്ഷരം പോലും ഉച്ചരിക്കാതെ ഇരിക്കുന്ന റസിയയെ നോക്കിയതും ഷിബിലിക്കൊരു ചങ്കിടുപ്പുണ്ടായി. അവൻ്റെ കണ്ണുനീർ കണ്ട് റസിയ മയങ്ങിപ്പോയോ? ഷിബിലിയുടെ ഹൃദയത്തിൽ 1000 കൂർത്ത സൂചിമുനകൾ കുത്തിയിറങ്ങി. റസിയ, അവളും ആഗ്രഹിക്കുന്നുവോ നിസാമിൻ്റെ കൂടെ പോവാൻ? അവളുടെ കുഞ്ഞിൻ്റെ ഉപ്പയെ, അയാളുടെ തണലിൽ തന്നെ കുഞ്ഞിനെ വളർത്താൻ അവൾക്കുള്ളിലെ ഉമ്മയെ മോഹിക്കുന്നുവോ? അതുകൊണ്ടാണോ അവനെ എതിർത്തൊരു വാക്ക് പോലും അവൾ പറയാത്തത്? ഷിബിലിയുടെ കണ്ണിൽ നോവിൻ്റെ കടൽ ആർത്തിരുമ്പി. ഇന്നോളം കണ്ടു തീർത്ത കിനാവുകളൊക്കെ ഉള്ളിലിരുന്ന് വിങ്ങിപ്പിടഞ്ഞു. എൻ്റെ പെണ്ണ്, അവളുടെ സന്തോഷം അതാണെങ്കിൽ തനിക്ക് അവളെ തടയാൻ കഴിയോ? ഇല്ല, അവളുടെ സന്തോഷമാണ് ഈ ഷിബിക്ക് വലുത് എന്ന് വെച്ച് അവളെ വിട്ടുകൊടുക്കാൻ തനിക്ക് കഴിയോ? അതുമില്ല. അവളെ പറിച്ചെടുത്താൽ താൻ ചങ്ക് പൊട്ടി മരിച്ചു പോവില്ലേ? അവൾ എന്നെ എൻ്റെ റൂഹ്. അവൻ്റെ കണ്ണുകൾ കലങ്ങിച്ചു വന്നു. തൊണ്ടയിലേക്കൊരു ഗദ്ഗതം പിടഞ്ഞെത്തി. അവളുടെ സന്തോഷത്തിന് വേണ്ടി ചിലപ്പോൾ. ഷിബിലി കണ്ണീർ നനവുള്ള കണ്ണുകൾ ഇറുക്കി അടച്ചു. അവൻ്റെ കാലടികൾ പുറകിലേക്ക് ചലിക്കാൻ തുടങ്ങി. തൊട്ടടുത്ത നിമിഷം റസിയയുടെ ശബ്ദം അവൻ്റെ കാതുകളെ തേടിയെത്തി. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ ഷിബിലി ആ സ്വരത്തിന് കാതൊടുത്തു. എൻ്റെ കുഞ്ഞെന്നോ? ഈ കുഞ്ഞ് എങ്ങനെ നിങ്ങളുടേതാവും? വിവാഹം കഴിച്ചു വന്നല്ലാതെ നിങ്ങളെൻ്റെ ദേഹത്ത് തൊട്ടിട്ടില്ലല്ലോ. എൻ്റെ ജാരനായ ഷിബിലി എനിക്ക് തന്ന കുഞ്ഞ് എങ്ങനെ നിങ്ങളുടേതാവും? പറ. പരിഹാസത്തോടെ റസിയയുടെ ചോദ്യം കേട്ടതും നിസാമിൻ്റെ മുഖം കുനിഞ്ഞു.
എന്തേ നാവിറങ്ങിപ്പോയോ? നാട്ടുകാരോടൊക്കെ നിങ്ങൾ പറഞ്ഞു നടന്ന കാര്യം തന്നെയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾക്കതിന് ഉത്തരം തരാനുണ്ടോ? റസിയയുടെ ശൗര്യം നിറഞ്ഞ ശബ്ദത്തിന് മുമ്പിൽ ഉത്തരമില്ലാതെ വിയർത്തു നിസാം. ഇതേ എൻ്റെ കുഞ്ഞാണ്, ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞ്. നിങ്ങൾക്ക് ഇവനിൽ യാതൊരു അവകാശമില്ല. ഇത്രയും നാളും എൻ്റെ ഗർഭം നിങ്ങളുടേതല്ലെന്ന് പറഞ്ഞു വാദിച്ച എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വരെ നിങ്ങൾ തുനിഞ്ഞ ഇരുകാലി മൃഗമായി നിങ്ങൾക്ക് ഞാൻ ഒരവസരം കൂടി തരണല്ലേ? റസിയുടെ വാക്കുകളിൽ പുച്ഛം മുഴച്ചു നിന്നു. നിങ്ങളെപ്പോലെ ഉപ്പ എന്ന് വിളിക്കുന്നതിന് നല്ലതേ എൻ്റെ കുഞ്ഞ് എത്തിയുമായി ജനിക്കുന്നത് തന്നെയാണ്. അവൻ്റെ ഉമ്മ ആരെ ചൂണ്ടിക്കാണിച്ചുവോ അതായിരിക്കും അവൻ്റെ വാപ്പ, അല്ലാതെ നിങ്ങളല്ല. റസിയ വീറോടെ പറഞ്ഞു. അവളുടെ വാക്കുകൾ തട്ടി നിസാമിൻ്റെ ചങ്കു പൊടിഞ്ഞു. അന്ന് നിങ്ങളെന്നെ വേദനിപ്പിച്ച് ഇറക്കി വിട്ടപ്പോൾ എന്നെ ചേർത്ത് പിടിച്ചൊരു മനുഷ്യനുണ്ട്. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും നിങ്ങൾ കുറ്റക്കാരനാക്കി മാറ്റിയൊരു മനുഷ്യൻ. നിങ്ങൾ അപവാദത്തിൻ്റെ വിഷമുളകൾ എറിഞ്ഞ് നോവിച്ചിട്ടും അയാൾ എന്നെ ചേർത്ത് പിടിച്ചിട്ടേയുള്ളൂ. അറിയോ നിങ്ങൾക്ക്? ഇന്നെൻ്റെ പ്രാണനാവണവൻ. ഇനിയുള്ള എൻ്റെ ജീവനും ജീവിതവും അദ്ദേഹത്തിനുള്ളവനാണ്. എൻ്റെ പ്രാണനാവൻ. ആ വാക്ക് പറയുമ്പോൾ അവളുടെ മുഖത്ത് വിരിയുന്ന ഭാവം നിസാം തകർച്ചയോടെ കണ്ടു നിന്നു. അദ്ദേഹത്തെ എൻ്റെ കുഞ്ഞ് ഉപ്പാന്ന് വിളിക്കും, അല്ലാതെ നിങ്ങളെ ഒരിക്കലും എൻ്റെ കുഞ്ഞങ്ങനെ വിളിക്കില്ല. ജീവിതത്തിൽ ഒരിക്കലും ഒരിടത്തും ആ മനുഷ്യൻ എന്നെയും എൻ്റെ കുഞ്ഞിനെയും തനിച്ചാക്കി പോകില്ലെന്നുള്ള ഉറപ്പുണ്ടെനിക്ക്. അദ്ദേഹത്തിൻ്റെ തണൽ മതി ഇനി എനിക്ക് ജീവിക്കാൻ. റസിയുടെ വാക്കുകൾ കേട്ട് നിൽക്കുമ്പോൾ ഷിബിലിയുടെ കണ്ണുകൾ ഈറനായി. ഹൃദയം കോരിത്തരിച്ചു. ചുണ്ടിലേക്ക് നിറഞ്ഞ പുഞ്ചിരി തുളുമ്പിയെത്തി. ഇനി നിങ്ങളെൻ്റെ മുൻപിൽ വരരുത്. എനിക്ക് കാണണ്ട. ഈ കണ്ണുനീര് കൊണ്ടൊന്നും നിങ്ങളെന്നോട് ചെയ്ത തെറ്റുകൾ കഴുകിക്കളയാൻ കഴിയില്ല. നിങ്ങളോടൊപ്പം കഴിഞ്ഞ നാളുകൾ ഒരു നിമിഷങ്ങളിലും നിങ്ങളെന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്നെങ്കിൽ ഈ റസിയ നിങ്ങൾക്ക് മാപ്പ് നൽകിയേനെ. അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. എല്ലാം കൊണ്ടും തോറ്റുപോയപ്പോൾ മാത്രം നിങ്ങളെന്നെ ഓർത്തു അല്ലേ? ഇപ്പോൾ നിങ്ങൾ വെച്ച് നീട്ടുന്ന സ്നേഹം എനിക്കും എൻ്റെ കുഞ്ഞിനും ഒരാവശ്യവുമില്ല. ഞാനോ എൻ്റെ കുഞ്ഞോ മരിച്ചെന്ന് കേട്ടാൽ പോലും നിങ്ങൾ ആ വഴി വരരുത്. അത്രയ്ക്കും വെറുക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ. ഇനിയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് സ്വസ്ഥതയും സമാധാനം വേണം. പൊയ്ക്കോളൂ. ഇനി ഒരിക്കലും നിങ്ങളെ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. റസിയ കടുപ്പിച്ച് പറഞ്ഞു നിർത്തി. ഉണർന്നു ചിടങ്ങുന്ന കുഞ്ഞിനെ ഒരു വട്ടം കൂടി അവിടെ നിന്ന് നോക്കി തിരിഞ്ഞു നടക്കുമ്പോൾ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയതിനെ പോലെ കടുത്ത നൈരാശ്യം നിസാമിനെ തളർത്തി. അവൻ്റെ ചുവടുകൾ പലവട്ടം ഇടറി. പുറത്തേക്കിറങ്ങി മുഖമുയർത്തി നോക്കിയതും കണ്ണുനീര് പാടെ കെട്ടി മങ്ങിയ കാഴ്ചയിലും അവൻ ഷിബിലയെ കണ്ടു. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. നാളെ അവസാന പാർട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനിയും പുതിയ പുതിയ അടിപൊളി കഥയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. നാളെ ഈ കഥയുടെ അവസാന പാർട്ടാണ്.